അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഓരോരോ സ്ഥലത്ത് റെസ്റ്റ് എടുക്കുകയാണ്. ഉമ്മ സാധനം കിടക്കും. നമ്മൾക്ക് സീറ്റില്ലാത്തമാർ ഇവിടെ ഉമ്മാനെ കാലിലോട്ട് കിടക്കും. അപ്പോൾ എന്തായാലും ഇന്നും നമുക്ക് സമയം ഇങ്ങനെ 4 മണിക്കൂർ നേരം ഇന്നും ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം കടക്കാം. പക്ഷെ നമുക്ക് കുറച്ച് ദൂരം അധികം മതി. എന്താണെന്നറിയില്ല, നമ്മൾ എത്രയോ 2-3 ദിവസമൊക്കെ ട്രെയിനിൽ ട്രാവൽ ചെയ്ത് ജോലിയായി പോയിട്ടുണ്ട്. ഇപ്പം എന്തോ അധികം പോണ മാതിരി ഇല്ല. എങ്ങനെ ഫസ്റ്റ് പോണ കാരണം കൊണ്ടാ തോന്നുന്നുണ്ട്. ഭയങ്കര ദൂരമായി തോന്നുന്നുണ്ട്. നമ്മൾ അവിടുന്ന് വന്ന് എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഒരാളെ നമ്മളിപ്പോൾ വലിയ ട്രാവലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് വന്ന് അതുകൊണ്ടായിരിക്കുമോ, അതായിരുന്നു വിചാരിക്കുന്നത്. അപ്പം നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരൊക്കെ ഫോൺ ചെയ്തിട്ട് എവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവരവിടെ നിന്ന് വർക്കലയിൽ നിന്ന് എന്തായാലും നിൽക്കാം. വർക്കല ഒറ്റപ്പാല സ്റ്റോപ്പുമാരിയാണ് പോയത്. അധികം നേരം നിൽക്കില്ല. അത്ര നമുക്ക് ലഗേജ് ഒന്നുമില്ല. അത് 2-3 നമ്മുടെ ഒരു 2 ബാഗ്, ഉമ്മാൻ്റെ ഒരു ബാഗ്, അതോടെ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. കാണാം ആരും വേണം. ഇനി ഗുഡ് മോർണിംഗ്. ചായ വാങ്ങി നമുക്കത് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഉമ്മാക്കത് പേടിയായി. ഞാൻ ആ പഠിച്ച് പോകാതെ പിള്ളേരെ വരും. ഉമ്മാന്റെ മനസ്സിൽ എന്താ കൊടുക്കുന്നത്, വണ്ടിക്ക് കയറും ഇതിലെ ഇവിടെ എങ്ങനെ പോയി ഇറങ്ങലും 3 എന്റെ കൂടെ രണ്ടുപേരുണ്ടല്ലോ. இருந்து என்ன பண்றது, எப்படி இறங்குவாங்க? അപ്പം തിരുവനന്തപുരത്ത് പോകും. അത് അവിടുന്ന് പോയി വിളിച്ചു. ആൾക്കാരുണ്ടല്ലോ നമ്മൾ അങ്ങനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. നമ്മളവിടെ എത്തി. കൊല്ലം കഴിഞ്ഞു. വർക്കലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വർക്കല ശരിയാണ് പേരെന്താ? വർക്കല എന്നൊരു പേരാ. കൊല്ലം നോക്കേ അതിൻ്റെ നടുവിലുള്ളതായിരിക്കും. അപ്പം നമ്മൾ ചക്കര വിജാസം വന്നുകൊണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. അത് തന്നെ ജംഗ്ഷനിൽ ഉണ്ടോയെന്നൊന്നും അറിയില്ല. അപ്പം നമ്മൾ നമ്മളെ ബാഗൊക്കെ എടുത്ത് റെഡിയായി. ഒരു മനസ്സുണ്ട് ട്രെയിനിൽ. രാവിലെ എങ്ങനെ ഉണ്ടായിരുന്നു? കച്ചാല ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് വർക്കലയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടാണെന്ന് അറിയില്ല. ചക്കരയൊക്കെ വന്നിട്ടുണ്ട്. പുറത്ത് കിട്ടുന്നവർക്ക് പുറത്ത് നിൽക്കുന്നുണ്ടാകും. കുട്ടിയൊക്കെ ഉണ്ടാകുന്ന കഴിഞ്ഞിട്ട് കയറേണ്ടവണ്ടാണ്. അപ്പൊ എന്തായാലും നമ്മൾ ലഗേജുകളൊന്നും ഇല്ല. നമ്മൾ പതുക്കെ സാവധാനം പൊറുമയെ നടന്നു പോവാല്ലേ. உட்காந்து சீட்டு போதும், கழட்டி இருக்க வேண்டியதாடா. வழி அறிந்த மாதிரி இது உங்க ஊர் மாதிரி தான் இருக்கு ஜங்ஷனு. நடுவில் ஒரு இது சைடில் 2 இது இருக்கிற மாதிரி இருக்கு. ஆனால் ட்ராக் அதிகமாக இருக்கு. நல்ல தூரம் இருக்குல்ல. அப்போ நமக்கு ஃப்ரைடே 10 மினிட் இல்லை. அது முன்னாடி தானே அந்த சைடு தான் வரும். அந்த சைடு தான் அது ஈஸியாக போயிரும்ல. இந்த சைடு வர தேவையில்ல. கயறும்போது அந்த கோச்சு எழுதுல இருந்து ஒரு பிரச்சனை இல்லை. அதெல்லாம் தெரிஞ்சிடும். கேட்டுக்கலாம். நம்ம போர்டு இருந்தால் போதும் நமக்கு. அந்த இது நம்ம அழகால இறங்கி ஓடாது. வண்டி വരുന്നല്ലേ. വണ്ടി പോയി. വണ്ടി വന്നിരിച്ചു. அந்த ஒற்றை குச்சி மாதிரியே இருக்கும். ഈ ചക്കയുടെ മുടി എങ്ങനെയാണ്? എത്ര എണ്ണ തേച്ചാലും കാണൂലല്ലോ. അതേമാതിരിയാണ് ഇതിന്റെ മുടി. ഒരു കുപ്പി എണ്ണ வந்துருச்சு. படிக்கட்டில் அப்படி போய் அங்கே பக்கம் வரணும். வா, படிக்கட்டில் ஏறி அதே மாதிரி லிஃப்ட்டில் இறங்கணும்.
ബോംബെ പോയപ്പോ ചെമ്പൂർക്ക് പോണ ട്രാക്കിന് പണ്ട് ರೌಂಡ್ ಜೀರೋ ಅದು ಹೇಳ್ತೆ ಡೋರ್ ಕಳ್ತೆ ಅದಾ ಅದೇ ಅದೇ ಹಾಂ ಹೋಗಿ മേലൊക്കെ ബാഗ് കെട്ടു ലെസ് ഡാൻസ് നോ ഡാൻസ് നോ ഡാൻസ് ഇപ്പഴും തട്ടോ അതല്ലേ റൈറ്റ് ില്ല അല്ലേ മന പറഞ്ഞിട്ടില്ല മന നോക്കണോക്കെ മുഖത്തേക്ക് മന പറയാതെ കാറിലിരിക്കായിരുന്നു അപ്പൊ നിങ്ങള് വിളിച്ചപ്പോ ഇവിടെ ഉണ്ടായിരുന്നോ ഫസ്റ്റ് നിജാസ് വിളിച്ചിരുന്നില്ലേ കോട്ടയം കായംകുളം അവള് ചോറൊക്കെ തിന്നിക്കണു നോക്കണോക്കെ പിന്നെ അലാനക്ക് 2 ദിവസം തമിഴ് പഠിക്കാം കേട്ടോ. അലേഹ കുടി അവിടെ വന്നിട്ട് തണ്ണീന്ന് പഠിച്ച മാതിരി. അപ്പൊ രണ്ടാളും നിജാസും 2 പേരും മുമ്പിൽ പോകുന്നുണ്ട്. ഞങ്ങള് കുട്ടീനെയും കൊണ്ട് കളിപ്പിച്ചിട്ട് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മാനോടേ എളുപ്പപ്പണിക്ക് ട്രാക്കിൽ ഇറങ്ങിയിട്ട് നമുക്ക് നടക്കില്ല വെച്ചപ്പോ ഉമ്മാക്ക് കുറച്ചും കൂടി ജീവിക്കണം അത്ര. ഇവിടെ നോക്കട്ടെ, ഇവിടെ നിന്നാണി നോക്കട്ടെ. നാണ് നിന്ന് മുടി പിടിച്ചങ്ങോട്ട് കിട്ടാം. മുടി ഡാൻസ് വെച്ചാൽ നോക്കട്ടെ. ഞാൻ വന്നു അലാണാക്ക് ഞാൻ വന്നു. ആട്ട് വീഴാച്ച ചട്നി നിൽക്കണം. ഞാൻ നോക്കട്ടെ, ഞാൻ പെരുത്തായിക്കണോ നോക്കട്ടെ. നാളെ ഞാൻ കൊണ്ടുവന്നു ഇതൊക്കെ പാൻറ്റ് വെച്ചായിരിക്കും. എടുത്ത് കാക്ക കാക്കൻ്റെ കൂടെ കുട്ടിയെ വാങ്ങിക്കോളൂ. ചിരിച്ചില്ല ഞാൻ ഡാൻസ് വെച്ചിട്ടോ കൈ വെക്കും. അപ്പോൾ നമ്മൾ വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചക്കരയും മീൻവരൊക്കെ ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇതിനെ കുറച്ച് നേരം എൻ്റെ അടുത്ത് നോക്കാൻ നിന്നാണ്. ഇതിൻ്റെ എങ്ങനെ നോക്കുക. അവിടെ കൂക്കും മുളിയൊക്കെ കൂട്ടുണ്ടത്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് അറിയാൻ തുടങ്ങി. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നാളെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും ബൈ ബൈ.